Hi guys, welcome back to the Atomic Literature. So today in this episode we are going to discuss a very famous poem, Grandfather, which is written by the poet Jayanta Mahapatra. So നമുക്ക് ആദ്യം തന്നെ പോയിറ്റിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. So Jayanta Mahapatra എന്ന് പറഞ്ഞാൽ he is an Indian English poet who was born, raised and situated in Orissa. He always felt distance because he belonged to a Christian family living in a predominantly Hindu society. And the poet's sense of alienation stems from his grandfather's conversion to Christianity during the famine in Orissa in 1886. So writer ഈ ഒരു പോയറ്റ് എന്ന് പറയുന്നത് ഒറീസയിൽ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഹീ ബിലോങ്സ് ടു എ ക്രിസ്ത്യൻ ഫാമിലി. അതായത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ ഒറീസ ഫാമിലി 1886 ഒറീസ ഫാമിൻ്റെ സമയത്ത് ഹി വാസ് കൺവേർട്ടഡ്. അതായത് അദ്ദേഹം ഹിന്ദു ആയിരുന്നതിൽ നിന്നും ഹി വാസ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസും എല്ലാം ഉള്ളൊരു ഫാമിലിയിൽ നിന്നാണ് ഈ ഒരു പോയിറ്റ് വരുന്നത്. സോ വാട്ട് ഈസ് അബൌട്ട് ദിസ് പോയം? ഇതൊരു കൈൻഡ് ഓഫ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ തിങ്സ് ഒക്കെ ഉള്ളൊരു പോയമാണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ടോക്സ് അബൌട്ട് ദ പോയറ്റ്സ് ഗ്രാൻഡ് ഫാദർ ചിന്താമണി മഹാപത്ര. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഇസ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം. ഈ പോയറ്റ് ജയന്ത മഹാപത്ര അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ചിന്താമണി മഹാപത്രനെ കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ എഴുതുന്നത്. ആൻഡ് ഈ ചിന്താമണി മഹാപത്ര ഒറീസ ഫാമിൻ്റെ സമയത്ത്, ഒറീസയിലുള്ള ക്ഷാമത്തിൻ്റെ സമയത്ത് ഹി കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി. ആൻഡ് ദ പോയറ്റ് ഇസ് ക്വസ്റ്റ്യനിങ് റിഗാർഡിങ് ദ കൺവേർഷൻ. ആ ഒരു കൺവേർഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. അതായത് എന്താണ്, സർവൈവലിന് വേണ്ടി, എന്തിനു വേണ്ടിയായിരുന്നു ആ ഒരു കൺവേർഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനിങ് ആയിരുന്നു അവിടെ സംഭവിക്കുന്നത്. He so having lived as a Christian in the predominantly Hindu society, he was detached and was often alien. Now ഒരു ഒറ്റപ്പെടലും ഒരു ഏലിയനേഷനും ഒക്കെ ഫേസ് ചെയ്തിരുന്ന ഒരാളാണ്. ആൻഡ് ദ പോയറ്റ് ഫേസ്ഡ് ആൻ ഐഡന്റിറ്റി ക്രൈസിസ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കാരണം അദ്ദേഹം അറിയില്ല ഏതിലാണ് ബിലോങ്സ് ചെയ്യുന്നത്. ഈദർ ഹീസ് ലൈക്ക് എ ഹാഫ് ക്രിസ്ത്യൻ ആൻഡ് എ ഹാഫ് ഹിന്ദു. അപ്പം ഹി ഹാസ് ദിസ് മിക്സഡ് കൾച്ചർ ദാറ്റ് ഈസ് കോസിങ് എ ഗ്രേറ്റ് ഇഷ്യൂ ഇൻ ഹിസ് ഐഡന്റിറ്റി. ആൻഡ് ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസിലൂടെ കടന്നു പോകുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിൻ്റെ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡിൻ്റെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ ഒരു പോയത്തിലൂടെ കാണാൻ സാധിക്കും. ആൻഡ് ദ ഫെമിൻ വാസ് വെരി സിവിയർ. അതായത് സമയത്തിന് റിലീഫ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഡ്രൗട്ടിൻ്റെ സമയമൊക്കെ അടുപ്പിച്ച് ദർ വാസ് ലോട്ട് ഓഫ് കോൺസിക്വൻസസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫെമിൻ ഇൻ ഒറീസ. നമുക്ക് പോയത്തിൻ്റെ ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ the poem starts with the pages of the yellow diary that expresses the agony of the grandfather. അതായത് പോയിറ്റിന്റെ ഗ്രാൻഡ് ചിന്താമണി മഹാപത്രയുടെ ഒരു അഗനി, ഒരു പെയിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹം പറയാണ് ആ ഒരു ലാൻഡ് ഫെമിൻ, ക്ഷാമം കൊണ്ട് അല്ലെ ഒരു ഫെമിൻ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. കാരണം ഒന്നും അവിടെ കാണാൻ സാധിക്കില്ല, റാദർ ദാൻ മറ്റേ ഫാലോ ആയിട്ടുള്ള എർത്ത്, ക്രാക്ഡ് ആയിട്ടുള്ള ഭൂമി, അല്ലെ ഡസ്റ്റ്, ഡെഡ് ആയിട്ടുള്ള ട്രീസ്, അതൊക്കെ ഉള്ള ആകെ അവിടെ കിട്ടുന്ന ഒരു വിഷ്വൽസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ആളുകളെല്ലാം വളരെ വീക്കായി. കാരണം വീക്കായിട്ട് അവർക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും ആനിമലിസ്റ്റിക് നേച്ചർ ആവുകയാണ്. അതായത് അവർക്ക് വിശപ്പ് കൊണ്ട് അവർ മൃഗങ്ങളെ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ സംടൈംസ് ഈവൻ ഗോയിങ് ആസ് ഫാർ ആസ് കൺസ്യൂമിങ് റോ ടാമറൻ ലീവ്സ്. അതായത് വിശപ്പ് സഹിക്കാൻ വെച്ചിട്ട് റോ ആയിട്ടുള്ള ടാമറൻ ലീവ്സ് വരെ കഴിക്കേണ്ട ഗതികളിലേക്ക് ആളുകൾ അവിടെ മാറുകയാണ്. ആൻഡ് എന്താണ് വളരെ അൺനാച്ചുറൽ ആയിട്ടുള്ള, നമുക്ക് വളരെ ദയനീയതയിലുള്ള ചിരിയായിരുന്നു അവിടെ. ആ ഒരു നിസ്സഹായ അവസ്ഥ, ഒരു ദയനീയതയിലൊക്കെ വളരെ പീക്കിൽ നിൽക്കുന്ന ഒരു പിക്ചറായിരുന്നു നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അത് പോയിട്ട് ഫീൽ ചെയ്യുന്നത് ദാറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് എ കവേർഡ് ടു റൺ അവേ ഫ്രം ഹങ്കർ. ഹിസ് ഗ്രാൻഡ് ഫാദർ ചൂസ് ടു കൺവേർട്ട് ടു സർവൈവ്. അതായത് ഇദ്ദേഹം അവിടെ പറയുന്നതാണ്, അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ഹി വാസ് എ കവേർഡ്. അതായത് ഗ്രാൻഡ് ഫാദർ ഒരു കൈൻഡ് ഓഫ് ഒരു കോമാളിയാണ്, അല്ലെങ്കിൽ ഒരു കവേർഡാണ്, ടു റൺ അവേ ഫ്രം ഹങ്കർ. അതിന് പകരം പുള്ളി സർവൈവ് ചെയ്യാൻ വേണ്ടി ഹി കൺവേർട്ടഡ് ഫ്രം ഹിന്ദു ടു എ ക്രിസ്ത്യാനിറ്റി, ടു ക്രിസ്ത്യൻ. അല്ലെ ആ ഒരു കൺവേർഷൻ നടക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ പോയറ്റ് ഈസ് ക്വസ്റ്റ്യനിങ് ദ ഗ്രാൻഡ് ഫാദേഴ്സ് ആക്ഷൻസ് ആസ് ടു വൈ ഹി ലെഫ്റ്റ് ദ റിച്ച് കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ഫോർ സർവൈവ്. അതായത് അതുവരെ ജീവിച്ചിരുന്ന റിച്ച് കൾച്ചറും റിച്ച് ഹെറിറ്റേജും ഒക്കെ എന്തിനു വേണ്ടി സർവൈവ് ചെയ്യണം എന്നുള്ളതിൻ്റെ പേരിൽ എന്തിനു വേണ്ടി കൺവേർട്ട് ചെയ്തു എന്നുള്ളൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനിങ് ആണ്. ഒരു ഗ്രാൻഡ് സൺ ഒരു ഗ്രാൻഡ് ഫാദറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. His heart is heavy with feelings of alienation as he is neither a complete Hindu nor a Christian. അതായത് ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പോയിട്ടിന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ പോലും he was very upset. He has this identity crisis. He has this feelings of mixed culture. He sometimes feel insecure about his childhood and has some alienation feel. അപ്പം
അതിനെല്ലാം കൊണ്ട് ഹി ഈസ് വെരി അപ്സെറ്റ്. അതായത് ഒരു ഹിന്ദു എന്നൊരു പൂർണ്ണ ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റുന്നില്ല, ഹി കോൺ ബി കോൾഡ് ആസ് എ കംപ്ലീറ്റ് ക്രിസ്ത്യൻ എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ. ആൻഡ് ഇറ്റ് ഗീവ്സ് ഫെയ്ത്ത് ആൻഡ് ഇസ് വാട്ട് മേക്സ്, അതായത് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ഇംപെരിഷബിൾ ആസ്പെക്ട് ഓഫ് ലൈഫ്. നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഇറ്റ് പ്ലേസ് എ വെരി പിവറ്റൽ റോൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ. വളരെ നിർണായകമായുള്ളൊരു കാര്യമല്ല, വളരെ എക്സിസ്റ്റ് ചെയ്യുന്നൊരു ട്രൂത്താണ് റിലീജിയൻ എന്ന് പറയുന്നത്. അതായത് സോ ഇറ്റ് ഗീവ്സ് ഫെയ്ത്ത് ആൻഡ് പലപ്പോഴും റിലീജിയൻ ഇസ് സംതിങ് ദാറ്റ് മേക്സ് അവർ ഐഡന്റിറ്റി. So having converted, he turned back on his own religion, which led to mixed feelings in their neighbors. അതായത് ഒരു റിലീജിയൻ മാറുന്ന സമയത്ത് നെയ്ബേഴ്സ് ആരും there was mixed feelings from among the people. So because of this, his heart is heavy with feelings of alienation as he is neither a complete Hindu. ഞാൻ പറഞ്ഞു, ഒരു കംപ്ലീറ്റ് ഹിന്ദു എന്ന് പറയാനും പറ്റില്ല, ഒരു കംപ്ലീറ്റ് ക്രിസ്ത്യൻ എന്നും വിളിക്കാൻ പറ്റില്ല. So both he and his son have forgotten about the famine, only knowing about it from books and history. അതായത് അദ്ദേഹത്തിന്റെ മകനും ഈ പോയിറ്റിന്റെ മകനും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. കാരണം അവർക്ക് ബുക്കിലും ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സിലും വായിച്ച ഒരു അറിവ് മാത്രമേ അവർക്ക് ഇതിനെക്കുറിച്ചുള്ളൂ. The taunting rain is a reminder of the grim past that paved a path for the future. He doubts if he would be able to interpret his grandfather's legacy and if the future would also do so because of the generation gap. അതായത് ആ ഒരു ഗ്രാൻഡ് ഫാദറിന്റെ ലെഗസി ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഡൗട്ട്, സെൽഫ് ഡൗട്ട് അയാൾക്ക് വരികയാണ്. He realizes that his grandfather was an invisible piece on board, as it was his actions and decisions that helped his children and their children live a good life. അപ്പോൾ അദ്ദേഹം പറയാണ്, so my grandfather is an invisible piece. കാരണം അദ്ദേഹം അത് ചെയ്തതുകൊണ്ടായിരിക്കും എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മക്കൾക്കും അവരുടെ മക്കളുടെ മക്കൾക്കും ഇന്നൊരു നല്ല ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദ പോയറ്റ് വിഷസ് ടു പോയിട്ടിന് തോന്നുന്നു എനിക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് കുറച്ചുകൂടി അറിയാൻ ഒരു ആഗ്രഹമുണ്ട് എന്ന് തോന്നുകയാണ്. So being riddled with questions, he contemplates whether it was beneficial to have taken the dangerous choice or if he should have chosen to die with dignity. അപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യം നമുക്കിത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹീ ഈസ് വെരി ആംബിഗ്യുവസ്. അതായത് ആ ഒരു മുത്തശ്ശനൊരു ദേഷ്യം തോന്നാറുണ്ട്, എന്തിനാണ് അത് ചെയ്തത്. അതായത് ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ് ഇഫ് യു ഡൈഡ് ഔട്ട് ഓഫ് യുവർ ഡിഗ്നിറ്റി. അതായത് സ്വന്തം ഐഡന്റിറ്റിയും സ്വന്തം സ്വന്തം ഐഡന്റിറ്റി അല്ല, സ്വന്തം റിലീജിയൻ അല്ല, സ്വന്തം കൾച്ചർ, ഇതിനൊന്നും പണയം വെച്ചിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി കൺവേർട്ട് ചെയ്യുന്നത് ആ ഒരു ഡിസിഷൻ ശരിയായിരുന്നോ? ആ ഒരു ഡേഞ്ചറസ് ചോയ്സ് എടുക്കണമായിരുന്നോ? അതോ റാദർ ഡിഗ്നിറ്റിയോടെ മരിക്കണമായിരുന്നോ? ആ ഒരു ക്വസ്റ്റ്യനിൽ, ആ ഒരു റിഡിൽഡ് ക്വസ്റ്റ്യനിലാണ് ഈ ഒരു പോയിറ്റ് നിൽക്കുന്നത്. സോ പോയിറ്റിന് അദ്ദേഹത്തിന്റെ അപ്പൂപ്പനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയും നമുക്കിവിടെ കാണാൻ സാധിക്കും. The poem also hints at the question whether religion is more important than the lives of men. ഇവിടെ അതേപോലെ മറ്റൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, റിലീജിയൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തെക്കാളും വലുതാണോ? Is it like does that play a very significant role or അതാണ് പ്രൈമറി, റിലീജിയൻ ആണ് പ്രൈമറി എന്നുള്ള ഒരു കൈൻഡ് ഓഫ് കോൺസെപ്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. And during the famine, the missionaries assured food and shelter on condition that the people convert. അപ്പോൾ അതായത് ഫെമിൻ്റെ സമയത്ത് ആ ഒരു നാട്ടിലെ ആ ഒരു കംപ്ലീറ്റ് ക്ഷാമം ഉണ്ടായിരുന്ന സമയത്തും മിഷണറീസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഫുഡ് ഷെൽട്ടറും തരാം, പക്ഷേ യു ഷുഡ് കൺവേർട്ട് യുവർ റിലീജിയൻ. അപ്പം ആ ഒരു കൈൻഡ് ഓഫ് ഇതിന്റെ പുറത്തായിരുന്നു ഈ പറയുന്ന നമ്മുടെ ജയന്ത മഹാപത്രയുടെ ഗ്രാൻഡ് ഫാദറിലെ ചിന്താമണി മഹാപത്രയും കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. So it depicts the politics of the world which doesn't care about which doesn't care about the people's cries. അത് നമുക്കിപ്പോൾ മനസ്സിലാവും, അത്രയും നിസ്സഹായതയിലുള്ള ചൂഷണം ചെയ്യലാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ബിക്കോസ് പീപ്പിൾ ആർ ട്രൈയിങ് ടു സർവൈവ്, they want to leave, they don't want to die, so they are trying to survive, they are trying so hard to survive. അപ്പോൾ ആ സമയത്തും how other people or how the what you can say ഇതിൻ്റെ ഒന്നും unaffected ആയിട്ടുള്ള people, how they see and how they torture ഇതിനെ, ആ സിറ്റുവേഷൻ വളരെ മോശമായി ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു നേച്ചർ വി ക്യാൻ സീ ദാറ്റ് ഹൗ പീപ്പിൾ ആർ ഈ ഒരു ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണ്, ആൻഡ് വാട്ട് ഈസ് ദ പൊളിറ്റിക്സ് ഓഫ് ദ വേൾഡ്. കാരണം ആ ഒരു സമയത്ത് മറ്റൊരു വ്യക്തിയുടെ കണ്ണുനീരിന് പോലും നമ്മുടെ മനുഷ്യർ വില കൊടുക്കുന്നില്ല എന്നുള്ളൊരു കൈൻഡ് ഓഫ് what you can say harsh reality is being revealed. If the choice was taken, he would get a chance at a good life, but he would be burdened by it. The other option would be more dignified but at the cost of one's life. So ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പം ആ ഒരു ചോയ്സ്, അതായത് ഇപ്പം ഞാൻ കൺവേർട്ട് ചെയ്യാം എന്നുള്ള ചോയ്സ് എടുക്കുകയാണെങ്കിൽ എന്താണ്,
ഒരു ഗുഡ് ലൈഫ് എനിക്ക് ലീഡ് ചെയ്യാം. പക്ഷെ ഒരു വളരെ വലിയ ഭാരം ഒരു വളരെ വലിയ ഭാരം ജീവിതത്തിൽ ഉടനീളം ഇനി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ഭാരം ഉണ്ടായിരിക്കും. പക്ഷെ റാദർ ദാൻ കൺവേർട്ട് ചെയ്യുന്നില്ല, എനിക്ക് ഫുഡ് ഷെൽട്ടറും വേണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അവനവന്റെ ഡിഗ്നിറ്റി നമുക്ക് മുറുക്കെ പിടിക്കാം. പക്ഷെ അവിടുത്തെ കോസ്റ്റ് നമ്മുടെ സ്വന്തം ജീവനായിരിക്കും എന്നുള്ളൊരു റിയാലിറ്റി. And it shows the inhuman nature of religion, as neither the one he adopts nor his own is able to provide the one thing he needs the most. So it shows how harsh or how cruel this religious institutions work. അല്ലെ, ആ ഒരു റിലീജിയസ് ആ ഒരു പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ ഒരു പർട്ടിക്കുലർ പോയത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹൗ ദിസ് റിലീജിയൻ അല്ല ഒരു വാട്ട് ഈസ് ദ ഇൻഹ്യൂമൻ നേച്ചർ ഓഫ് റിലീജിയൻ എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ്ലി അല്ല വളരെ ബ്യൂട്ടിഫുള്ളി ഇതിൻ്റെ അകത്ത് പോർട്രേ ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് നൗ വി ക്യാൻ ജസ്റ്റ് ഹാവ് എ ക്വിക്ക് ഐഡിയ അബൌട്ട് ദി തീംസ്. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന തീംസ് എന്താണ്? മെന്റൽ അഗണി ഈസ് എ വെരി പ്രിവലന്റ് തീം ഇൻ ദ പോയം. ഡെത്ത് ഓഫ് വൺസ് ഐഡന്റിറ്റി ആൻഡ് ദ എഫക്റ്റ് ഓഫ് ഹങ്കർ. അതായത് ഹങ്കർ ഇറ്റ് സെൽഫ് ഈസ് എ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ഓഫ് എ പേഴ്സൺ, റൈറ്റ്? അപ്പം അത് ആ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ടല്ല വളരെ എവിഡൻ്റ് ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ആ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഒരു മനുഷ്യൻ്റെ ടഫസ്റ്റ് സിറ്റുവേഷൻസ് ആണ്, ലൈഫിലെ ഏറ്റവും വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഈ ഒരു വിശപ്പ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ വിശപ്പ്, അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി, സ്വന്തം എന്താണ് പറയുക, സ്വന്തം വ്യക്തിത്വത്തെ തന്നെ പണയം വെക്കുന്നതിനേക്കാൾ ഉപരി അത് തന്നെ ഇറ്റ് ഈസ് ലോസ്റ്റ്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് പെയിൻ എന്താണ്? മെന്റൽ അഗണി, കാരണം നമ്മൾ അത്രയും വളരെ നമ്മൾ എന്താ പറയുന്നത് ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഹൗ യുവർ മെന്റൽ തിങ്സ് ആർ വർക്കിംഗ്, അതെന്നൊക്കെ പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളി ഈ ഒരു പോയത്തിനകത്ത് നമ്മുടെ പോയിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഐ ഹാവ് മെൻഷൻ ലൈക്ക് ഇറ്റ് ഹാവ് സം കൈൻഡ്സ് ഓഫ് ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ്. ഇറ്റ് ഇസ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം which speaks about the famine that had occurred in Orissa, where his own grandfather has converted to Christianity, and now the poet is writing questioning his grandfather, like why he did that, because now the poet is facing a lot of identity crisis and mixed culture, and he also feels the effect of alienation. So, and by the end of this poem he wants to know more about his grandfather, because maybe his choice was right. ചിലപ്പോൾ ആ ഒരു റൈറ്റ് ഡിസിഷൻ കൊണ്ടായിരിക്കും he feels like okay ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ചിലപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്നെടുത്തൊരു ഡിസിഷൻ കൊണ്ടായിരിക്കും. പക്ഷേ if he hadn't chose that, he would have died with dignity. ആ ഒരു ക്വസ്റ്റ്യനിങ് ആണ് ആ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മനുഷ്യരുടെ പുറത്തുള്ള, അല്ലെങ്കിൽ ഐ ഹവ് ഓൾറെഡി മെൻഷൻ റൈറ്റ്, ആ ഒരു എന്താ നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ ഒരു ഹൗ ഇൻഹ്യൂമൻ ദിസ് ലീജിയൻസ് ദ നേച്ചർ ഓഫ് ദിസ് ലീജിയൻ ആർ എന്നുള്ളൊരു ക്വസ്റ്റ്യനിങ്ങും. ആൻഡ് ഇറ്റ് സെൽഫ് ഇറ്റ് ഡെപിക്ട്സ് ദ പൊളിറ്റിക്സ് ഓഫ് അവർ വേൾഡ്. അതാണ് അത് വിച്ച് ഡസൻറ്റ് കെയർ അബൌട്ട് ദ പീപ്പിൾസ് ഇമോഷൻസ്, ദ പീപ്പിൾസ് പെയിൻ, ദ പീപ്പിൾസ് സഫറിങ്, ദെയർ ഹാപ്പിനെസ്. ദേ ഡോണ്ട് ഈവൻ കെയർ എനി സോർട്ട് ഓഫ് ഇമോഷൻസ് ദാറ്റ് ഇസ് what you can say that is there in a human എന്നുള്ളതാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് ആസ് എൻ ഓവറോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പോയം. ആൻഡ് ഐ തിങ്ക് ദ നോട്ട്സ് ആർ ഓൾസോ വെരി ഈസിലി അവൈലബിൾ ഇൻ ദ ഇന്റർനെറ്റ്. ആൻഡ് ഇഫ് യു നീഡ് എനി സോർട്ട് ഓഫ് additional notes, you can send an email which is given in the description box. And please don't forget to like, share, subscribe and comment. And now we'll meet with yet another beautiful episode. Until then, take care all.